സാസ കളക്ഷന്റെ പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ചൈനീസ് ടോപ്പ് ഇതിന് വെറും 299 ആണ് റേറ്റ് വരുന്നത്. ഗേൾസ് പാൻസ് 199 ഓൺലി. 299 രൂപയ്ക്ക് മെറ്റേണിറ്റി വെയർ, വെറും 150 രൂപയ്ക്ക് ലേഡി ഷോർട്സ്. സൂപ്പർ ഡേ ടീഷർട്ട് 400 രൂപ മാത്രം. ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും 250 രൂപയ്ക്ക്. ലേഡീസ് 3/4 199 ഓൺലി. ഹാഫ് സ്ലീവ് ലേഡി ടീഷർട്ട് വെറും 199 രൂപയ്ക്ക്. മെൻസ് ഹൈ ലക്ഷറി ഫുൾ സ്ലീവ് കളക്ഷൻ വെറും 250 രൂപയ്ക്ക്. താസ ഫാഷൻ മൾട്ടി ബ്രാൻഡഡ് സർപ്ലസ് സ്റ്റോർ, പാലസ് റോഡ്, ചേലക്കര. ഒറ്റപ്പാലത്ത് ബസ് തീപിടിച്ച സംഭവത്തിൽ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച വിഷ്ണുവിനെ ഹ്യൂമനിറ്റിക്സ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റി മൊമെന്റോ നൽകി ആദരിച്ചു. ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സിന് തീപിടിച്ചപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി യാത്രക്കാരെ രക്ഷിച്ച വിഷ്ണുവിന്റെ ധീരത സമാനതകളില്ലാത്ത മാതൃകയാണ്. കത്തുന്ന ബസ്സിനുള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ ഡോർ ചവിട്ടിപ്പൊളിച്ച് പുറത്തെത്തിച്ച ഈ യുവാവിന്റെ സംയോജിതമായ ഇടപെടൽ വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കിയത്. വിഷ്ണുവിന്റെ ഈ സാഹസികമായ മനസാന്നിധ്യത്തെ മാനിച്ചുകൊണ്ട് ഹ്യൂമനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന് ആദരവ് നൽകി. നമസ്കാരം, എൻ്റെ പേര് ഷൺമുഖൻ. ഞാനൊരു മനുഷ്യാവകാശ സംഘടന പ്രവർത്തകനാണ്, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായ ഒരു നിമിഷം, നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ആഴ്ച ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരുന്ന വണ്ടി ബസ്സിന് തീപിടിക്കാൻ കാരണമായി. അതിൽ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം കൊണ്ടാഴി പഞ്ചായത്തിന്റെ, ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു പുത്രനായി വന്ന വിഷ്ണു ഏറ്റവും കൂടുതൽ ആ ബസ് തീപിടിക്കാനും ആ ബസ്സിന് പിന്തുടർന്ന് അത് ആ ഡോറ് അടിച്ച് പൊട്ടിക്കാനുള്ള ഒരു ധീരതയും കാണിച്ച, ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, ആ ബസ്സിന് എനിക്ക് അപകടം വരും, ഞാനതിൽ തൊടാൻ പാടില്ല, അങ്ങനെയുള്ള ചിന്താബോധങ്ങളുള്ള സമൂഹത്തിൽ നിന്നും വേറെ ഇട്ട് മനസ്സുകൊണ്ട് ആ ബസ്സിൽ ജനങ്ങളെ രക്ഷിക്കാൻ മുൻ ഇറങ്ങി പ്രവർത്തിച്ച വിഷ്ണുവിന് ഞാൻ ആദ്യമായി മനുഷ്യാവകാശ സംഘടനയുടെ, അതായത് HRPMന്റെ പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൺമുഖൻ മായനൂർ, സത്യ അപ്പത്ത് എന്നിവർ വിഷ്ണുവിനെ നേരിൽ കണ്ട് മൊമെന്റോ കൈമാറി അനുമോദിച്ചു. തികച്ചും അഭിനന്ദനീയമായ ഒരു രീതിയിലാണ് വിഷ്ണു തന്റെ പ്രകടനം കാഴ്ചവെച്ചത്. ഇത് ഇന്നത്തെ എല്ലാവർക്കും യുവാക്കൾക്ക് ഒരു മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായിട്ടും എൻ്റെ കൊച്ചനുജന്റെ ഈ പ്രവൃത്തിയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇതുപോലെ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ കാണാത്ത, അധികം കണ്ടുവരാത്ത ഒരു കാര്യം തന്നെയാണ് ഈ മനുഷ്യത്വം എന്നുള്ളത്. അപ്പം നമ്മുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കണം എന്നുള്ള ചിന്താഗതി ഉടലെടുത്ത് വരുന്നത് വളരെയധികം നല്ല കാര്യമാണ്. അപകടം കണ്ടയുടൻ തന്റെ സ്കൂട്ടർ നിർത്തി ബസ്സിലേക്ക് ഓടിയെത്തിയ വിഷ്ണുവിന്റെ പ്രവർത്തനം മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.